ഹായ് എവരി വൺ. നമ്മൾ ബംഗാളിയിൽ ഇതുവരെ പഠിച്ചിരിക്കുന്നത് 5 ചോദ്യവാക്കുകളാണ്. അപ്പൊ നമ്മുടെ വീഡിയോകൾ സ്ഥിരമായി കാണുന്നവർ വിചാരിക്കും 5 3 മറ്റോ അല്ലേ ഉള്ളൂ എന്ന്. ഞാൻ ഏതൊക്കെയാണെന്ന് പറയാം. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത്, എവിടെ, ആര്, ആരെ, ആരോട്. ഈ 3 അവസാനത്തെ 3 അതായത് ആര്, ആരെ, ആരോട്, ഇത് 3 ഞാൻ തൊട്ട് മുൻപത്തെ വീഡിയോയിലാണ് പറഞ്ഞത്. അതായത് ഒറ്റ വീഡിയോ ആയിട്ടാണ് പറഞ്ഞത്. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 6ാമത്തെ ചോദ്യവാക്ക് ഇതാണ്. അപ്പൊ അതിന് മുൻപായിട്ട് ആ 5 വീഡിയോകൾ, അതായത് 5 ചോദ്യവാക്കുകൾ അടങ്ങുന്ന 3 വീഡിയോകൾ കണ്ടിട്ടില്ല, കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ പോയിട്ട് ബംഗാളി ബൈ മലയാളി എന്ന് പറഞ്ഞ ആ ഒരു പ്ലേലിസ്റ്റ് എടുത്ത് നിങ്ങൾക്ക് കാണാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഈ 6ാമത്തെ ചോദ്യവാക്ക് ഇതാണ്. ബംഗാളിയിൽ എങ്ങനെ പറയാം എപ്പോൾ. ഓക്കെ, എപ്പോൾ എന്ന് പറയുന്നതിനൊപ്പം ഇപ്പോൾ, അപ്പോൾ, പിന്നീട്, ശേഷം എന്നീ വാക്കുകളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഇതിനൊരു കണ്ടിന്യൂഷൻ വീഡിയോ ഉണ്ടായിരിക്കും. ഒരു 3-4 സീരീസ് ആയിട്ട് 3-4 വീഡിയോകളായിട്ട് ചെയ്യാം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് എപ്പോൾ, എങ്ങനെ, അപ്പോൾ, പിന്നീട്, ശേഷം, ഇതിനുശേഷം, ഞാൻ വന്നതിന് ശേഷം, നീ പോയതിനു ശേഷം, അതിനുശേഷം ഇത് ചെയ്യൂ എന്നൊക്കെ പറയാനുള്ള കുറെയൊക്കെ ഫോർമാറ്റിൽ ഞാൻ ഓൾറെഡി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് എപ്പോൾ എന്ന് പറഞ്ഞ വാക്കാണ്. ബംഗാളിയിൽ മലയാളത്തിലെ പോലെ തന്നെ എപ്പോൾ എന്ന് പറയാനും എന്ന് പറയാനും വേറെ വേറെ വാക്കുകളുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ എന്ന് പറയാനും ഇന്ന് എന്ന് പറയാനും അതുപോലെ തന്നെ അപ്പോൾ, അന്ന്, പിന്നീട്, ശേഷം എന്നൊക്കെ പറയാനായിട്ട് ബംഗാളിയിൽ വാക്കുകളുണ്ട്. ഞാൻ അത് എടുത്ത് പറയാൻ കാരണം ഇംഗ്ലീഷ് ഉൾപ്പെടെ വേറെ കുറെ ഭാഷകളിലൊന്നും എപ്പോൾ എന്നും എന്ന് പറയാനും വേറെ വേറെ വാക്കുകളില്ല. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ലേൺ ബംഗാളി ഫ്രം എ മലയാളി. ബംഗാളിയിൽ, അതായത് ബാംഗ്ലയിൽ എപ്പോൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്? കൊക്കോൻ. അപ്പോ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, കുറെയൊക്കെ ചോദ്യങ്ങൾ തുടങ്ങുന്നത് ക എന്ന് പറഞ്ഞ ആ ഒരു അക്ഷരത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഈ കി, കോതായി, കെ എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ തുടങ്ങുന്നത് കായലാണ്. അതേപോലെ തന്നെ ഇവിടെയും കൊക്കോൻ എന്നാണ് എപ്പോൾ എന്ന് പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇപ്പോൾ, ഇപ്പോ എന്ന് പറയാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് എക്കോൻ. ഓക്കെ, കൊക്കോൻ, എക്കോൻ. അപ്പോൾ എന്ന് പറയാനായിട്ട് പ്രോപ്പർ ആയിട്ട് അങ്ങനെ ഒരു വാക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതതിന്റെ സാഹചര്യം അനുസരിച്ചാണ്. കാരണം ശരിയായ വാക്ക് തൊക്കോൻ എന്നാണ്. പിന്നെ പിന്നെ അതായത് പിന്നീട് എന്ന് പറയാനായിട്ടുള്ള വാക്കാണ് പൊറെ. ഇനി ശേഷം, ഇതിന് ശേഷം എന്ന് പറയുന്ന വാക്കാണ് പൊർ. ഈ ഞാൻ പറഞ്ഞ ഈ പൊർ ഉണ്ടല്ലോ, അതായത് ഈ പൊറെ, പൊർ, അതിന്റെ ഒപ്പം വരുന്ന, അതായത് ഈ പൊർ എന്ന് പറഞ്ഞ വാക്ക് വെച്ചിട്ടൊരു വാക്കുണ്ട്, അതാണ് താർപോർ. ഓക്കെ, അപ്പൊ ഈ താർപോർ ആണോ തൊക്കോനാണോ അപ്പോൾ എന്ന് പറയാണ്ട് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ സാഹചര്യം അനുസരിച്ചിരിക്കും. അതേപോലെ തന്നെ ഈ എപ്പോൾ എന്ന് പറയാനായിട്ട് വേറെ ഒരു വാക്കുകൂടിയുണ്ട്. അതെന്താണെന്ന് ഞാൻ അടുത്ത വീട്ടിൽ പറഞ്ഞുതരാം. അതിനെ ശരിക്കും നിങ്ങൾ ഇംഗ്ലീഷിലൂടെ ബംഗാളി പഠിക്കുകയോ അല്ലെങ്കിൽ ഹിന്ദിയിലൂടെയോ അല്ലെങ്കിൽ വേറെ ഏത് ഭാഷയിലൂടെയോ ആണ് ബംഗാളി പഠിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ കുറച്ച് കൺഫ്യൂഷൻ ആവും. പക്ഷെ നമ്മൾ പഠിക്കുന്നത് മലയാളത്തിലൂടെയാണ്, അതുകൊണ്ട് അത് കുറച്ച് എളുപ്പമാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി കൂടുതൽ സമയം കളയാതെ ഈ എപ്പോൾ എന്ന് പറഞ്ഞ വാക്ക് വെച്ചിട്ട് കുറച്ച് സെന്റൻസ് ഉണ്ടാക്കാം. ഓക്കെ, മുൻപ് നമ്മൾ ഫോളോ ചെയ്ത അതേ പാറ്റേൺ തന്നെ നമുക്ക് ഫോളോ ചെയ്യാം. ഓക്കെ, ഈ ഒരു ചോദ്യവാക്ക് വെച്ചിട്ട്, അതായത് ഈ കൊക്കോൻ എന്ന് പറഞ്ഞ ചോദ്യവാക്ക് വെച്ചിട്ട് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നുള്ളൂ. അതിന്റെ ഉത്തരം എങ്ങനെയായിരിക്കുമെന്ന് വളരെ എളുപ്പമാണ്. ഈ കൊക്കോൻ എന്ന് പറഞ്ഞ വാക്കിന് പകരം എക്കോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരമായി. ഓക്കെ, അപ്പം അതായത് വെൻ എന്നതിന് നൗ എന്ന് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷിലായാലും പോലും നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടുമല്ലോ. ഓക്കെ, അത് നമുക്ക് മുൻപ് ഫോളോ ചെയ്ത, നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്ന 4 ക്രിയകളാണ്. 4 ഏറ്റവും പ്രധാനപ്പെട്ട ക്രിയകൾ. കൂടുതൽ ക്രിയകളുമായി ഞാൻ വീണ്ടും വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ശരിച്ച് കയറ്റെന്ന് വിചാരിച്ചതാണ്. ഓക്കെ, അപ്പം ഇത് നമ്മൾ പഠിച്ച വാക്കുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വായു എന്ന് പറയാൻ, പോകും എന്ന് പറയാനായിട്ട്, പിന്നെ പറയൂ എന്ന് പറയാനായിട്ടും, പിന്നെ ചെയ്യൂ എന്ന് പറയാനായിട്ടും. ഓക്കെ, അപ്പം വാ എന്ന് പറയാനായിട്ട് 2 വാക്കുകളുണ്ടല്ലോ. കുട്ടികളോടോ അല്ലെങ്കിൽ സമപ്രായക്കാരോടോ പറയാനായിട്ട് ഒരു വാക്കും, പിന്നെ മുതിർന്നവരോടോ ബഹുമാനം കൊടുത്ത് പറയാനായിട്ടോ വേറൊരു വാക്കും. ആഷോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ കുട്ടികളോട് പറയാനായിട്ട്, അല്ലെങ്കിൽ ആഷൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുതിർന്നവരോടോ അപരിചിതരോടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ബഹുമാനം കൊടുത്ത് പറയേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പറയാൻ വേണ്ടിയാണത്. അതേപോലെ തന്നെ പോകും എന്ന് പറയാനായിട്ട് ജാവു, ജാൻ, നേരത്തെ പറഞ്ഞ അതേ ഫോർമാറ്റ്. പിന്നെ പറയൂ എന്ന് പറയാനായിട്ട് ബോൽ, ബോലൂൻ. അതിനുശേഷം ചെയ്യൂ എന്ന് പറയാനായിട്ട് കൊർ, കൊരൂൻ. ഇതിനകത്തെ ഈ കാജ് എന്ന് പറഞ്ഞ വാക്ക് ഞാൻ ചേർത്ത് കഴിഞ്ഞപ്പോൾ കാജ് കോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി ചെയ്യൂ, അല്ലെങ്കിൽ കാജ് കൊരൂൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി ചെയ്താലും എന്ന് ബഹുമാനത്തോടെ പറയുന്ന ഒരു വാക്കാണ്. ഓക്കെ, ഞാൻ, നമ്മൾ, ഞങ്ങൾ, നീ, നിങ്ങൾ, താങ്കൾ, അവൻ, അവൾ, അവർ, അദ്ദേഹം
ഇത്രയും വാക്കുകളാണ് നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്നത്. ഈ ഇത്രയും വാക്കുകളിൽ എങ്ങനെയൊക്കെ ഭാവി കാലം, വർത്തമാനകാലം, ഭൂതകാലത്തിൽ എങ്ങനെയൊക്കെയാണ് സെന്റൻസ് ഉണ്ടാക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിരുന്നു. ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ പറഞ്ഞു തന്നിരുന്നു. അതായത് കീ എന്ന് പറഞ്ഞ വാക്ക് ഇതിന്റെ ഉള്ളിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, കോത എന്ന് പറഞ്ഞ വാക്ക് ഇതിന്റെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, അപ്പം അതേപോലെ തന്നെയായിരിക്കും ഞാനിപ്പം പറയാൻ പോകുന്ന ഈ കൊക്കോൻ എന്ന് പറഞ്ഞ വാക്ക് എന്നതിലേക്ക് ഉള്ളിൽ എവിടെയൊക്കെ കറക്റ്റ് ആയിട്ട് ഉൾപ്പെടുത്താം. ഭാവി കാലം, വർത്തമാനകാലം, ഭൂതകാലം, ഈ മൂന്നെണ്ണത്തിൽ നമുക്ക് ഭാവി കാലത്തിൽ ഈ കൊക്കോൻ എന്ന് പറഞ്ഞ വാക്ക് വെച്ച് നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാം. അതായത് എപ്പോൾ എന്ന് പറഞ്ഞ വാക്ക് വെച്ച് സെന്റൻസ് ഉണ്ടാക്കാം. അതേപോലെ തന്നെ ഭൂതകാലത്തിലും ഉണ്ടാക്കാം. പക്ഷേ വർത്തമാനകാലത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഉദാഹരണം പറയാം. ഇപ്പോ ഞാൻ വരും, ഓക്കെ, ഞാൻ എപ്പോൾ വരും എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ എപ്പോൾ വരണം, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ എപ്പോൾ വന്നു, ഓക്കെ, ഞാൻ എപ്പോഴാണ് വന്നത് എനിക്ക് അറിയില്ല, അപ്പൊ ഞാൻ ചോദിക്കാം ഞാൻ എപ്പോഴാണ് വന്നത്. പക്ഷേ ഞാൻ എപ്പോഴാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ കൊക്കോൻ എന്ന് പറഞ്ഞ വാക്ക് ഈ വാക്യത്തിൽ പ്രയോഗിക്കുന്ന നേരത്ത് ഇതിനകത്ത് നിന്ന് വർത്തമാനകാലം എടുത്തു കളയുകയാണ്. കാരണം വർത്തമാനകാലത്തിൽ അവൻ എപ്പോഴാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ഇവൾ എപ്പോഴാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ എപ്പോഴാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയൊന്നും സെന്റൻസ് നമുക്ക് ലോജിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. വേണമെങ്കിൽ ഗ്രാമാറ്റിക്കൽ ഫോർമേഷൻ വെച്ച് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ, പക്ഷെ ഒന്നും ലോജിക്കലി ശരിയാവത്തില്ല. ഓക്കെ, അപ്പം ഇന്ന് അങ്ങനെ ലോജിക്കലായ ശരിയായ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ സബ്ജക്ട് വെച്ച്, അതായത് ഞാൻ എന്ന് പറഞ്ഞ അമി എന്ന് പറഞ്ഞ വാക്ക് വെച്ച് ഭാവി കാലത്തിൽ ഏറ്റവും ആദ്യത്തെ ക്രിയ, അതായത് ആശോ വായോ എന്ന് പറഞ്ഞ ക്രിയ വെച്ച് തുടങ്ങാം. അതായത് ഞാൻ വരും. ഓക്കെ, ഞാൻ വരും എന്നതിന്റെ ഒപ്പം എപ്പോൾ എന്ന് പറഞ്ഞ വാക്ക്, കൊക്കോൻ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെയാവും: അമി കൊക്കോൻ ആഷ്ബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വരും. പക്ഷേ ലോജിക്കലി ഇതും ശരിയല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഞാൻ എപ്പോൾ വരണം എന്നുള്ള അർത്ഥത്തിലും നമുക്കിത് ഉപയോഗിക്കാം. അപ്പം ഞാൻ എപ്പോൾ വരണം, ശരിക്കും ഇതിന് വേറൊരു വാക്കുകൂടിയുണ്ട്. വരണം, പോകണം, ചെയ്യണം എന്നൊക്കെ പറയാനായിട്ട് വേറെ ഒരു വാക്യ ഘടന തന്നെയുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ എപ്പോൾ വരും, അതായത് ഈ അമി കൊക്കോൻ ആഷ്ബോ എന്ന് വെച്ച് കഴിഞ്ഞാലും ഏകദേശം അതേ അർത്ഥം തന്നെയാണ്. ഓക്കെ, ഇനി നീ എപ്പോൾ വരും എന്ന് പറയാനായിട്ട് അതിനു മുൻപായിട്ട് നമ്മൾ, ഞങ്ങൾ, ആമ്ര കൊക്കോൻ ആഷ്ബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ വരും. ആമ്ര കൊക്കോൻ ആഷ്ബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോൾ വരും എന്നും അർത്ഥമുണ്ട്. കാരണം ആമ്ര എന്ന് പറഞ്ഞ വാക്കിന് നമ്മളെന്നും ഞങ്ങളെന്നും അർത്ഥമുണ്ടല്ലോ. ഓക്കെ, ഇനി നീ എപ്പോൾ വരും ചോദിക്കാനായിട്ട് തുമി കൊക്കോൻ ആഷ്ബേ. ഓക്കെ, ഇനി താങ്കൾ എപ്പോൾ വരും ചോദിക്കാനായിട്ട് ആപ്നി കൊക്കോൻ ആഷ്ബേൻ. ഇനി അവൻ എപ്പോൾ വരും അല്ലെങ്കിൽ അവൾ എപ്പോൾ വരും ചോദിക്കാനായിട്ട് ഷേ കൊക്കോൻ ആഷ്ബേ. അടുത്തത് അവർ എപ്പോൾ വരും, അതിനും താര കൊക്കോൻ ആഷ്ബേ. പിന്നെ തിനി കൊക്കോൻ ആഷ്ബേൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എപ്പോൾ വരും. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. നമുക്ക് ഭാവി കാലത്തിലെ ബാക്കിയുള്ള മൂന്ന് ക്രിയകളും ഒരുമിച്ച് തന്നെ പറയാം. ഓക്കെ, അപ്പം പോകും എന്ന് പറയാനായിട്ട് അമി കൊക്കോൻ ജാബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ പോകും അല്ലെങ്കിൽ ഞാൻ എപ്പോൾ പോകണം. ഓക്കെ, ഇനി നമ്മൾ എപ്പോൾ പോകും അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോൾ പോകും എന്ന് ചോദിക്കാനായിട്ടും അത് തന്നെ ആമ്ര കൊക്കോൻ ജാബോ, ആമര കൊക്കോൻ ജാബോ. ഇനി നീ എപ്പോൾ പോകും ചോദിക്കാനായിട്ട് തുമി കൊക്കോൻ ജാബേ. താങ്കൾ എപ്പോൾ പോകും ചോദിക്കാനായിട്ട് ആപ്നി കൊക്കോൻ ജാബിൻ. ഇനി ഷേ കൊക്കോൻ ജാബേ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്: അവൻ എപ്പോൾ പോകും അല്ലെങ്കിൽ അവൾ എപ്പോൾ പോകും. പിന്നെ അവർ എപ്പോൾ പോകും ചോദിക്കാനായിട്ട് താര കൊക്കോൻ ജാബേ. ഓക്കെ, ഇനി അദ്ദേഹം എപ്പോൾ പോകും ചോദിക്കാനായിട്ട് തിനി കൊക്കോൻ ജാബേൻ. ഓക്കെ, അപ്പം 2 ക്രിയകൾ കഴിഞ്ഞു. നമുക്കിനി മൂന്നാമത്തെ ക്രിയയിലേക്ക് വരാം. ഓക്കെ, ഞാൻ എപ്പോൾ പറയും എന്ന് ചോദിക്കാനായിട്ട് അങ്ങനെ പറയാറില്ല. ഞാൻ എപ്പോൾ പറയണം എന്ന് ചോദിക്കാനായിട്ട് അമി കൊക്കോൻ ബോൽബോ. അമര കൊക്കോൻ ബോൽബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ പറയും അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോൾ പറയും അല്ലെങ്കിൽ പറയണം എന്നാണ്. ഓക്കെ, ഇനി നീ എപ്പോൾ പറയും ചോദിക്കാനായിട്ട് തുമി കൊക്കോൻ ബോൽബേ. അവൻ എപ്പോൾ പറയും ചോദിക്കാനായിട്ടും അവൾ എപ്പോൾ പറയും ചോദിക്കാനായിട്ടും ഷേ കൊക്കോൻ ബോൽബേ. അതിനുശേഷം താര കൊക്കോൻ ബോൽബേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എപ്പോൾ പറയും. തിനി കൊക്കോൻ ബോൽബേൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എപ്പോൾ പറയും. ഓക്കെ, അപ്പം 3 ക്രിയകൾ കഴിഞ്ഞു. ഇനി 4ാമത്തെ ഒരു ക്രിയ ചെയ്യുക. ഞാൻ ജോലി ചെയ്യുക എന്ന് പറഞ്ഞിരുന്നില്ല, കാരണം ജോലി എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ ഈ കൊർ എന്ന് പറഞ്ഞ കൊർബോ, കൊർബേ, കൊർബേൻ എന്ന് പറയുന്നതിനുള്ളിൽ കാജ് എന്ന് ചേർത്താൽ മതി. ഓക്കെ, അപ്പം ഞാൻ എപ്പോൾ ചെയ്യും അല്ലെങ്കിൽ ഞാൻ എപ്പോൾ ചെയ്യണം എന്ന് ചോദിക്കാനായിട്ട് അമി കൊക്കോൻ കൊർബോ. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ എപ്പോൾ ചെയ്യും അല്ലെങ്കിൽ നമ്മളെപ്പോൾ ചെയ്യണം, ഞങ്ങളെപ്പോൾ ചെയ്യും ഞങ്ങളെപ്പോൾ ചെയ്യണം എന്നൊക്കെ ചോദിക്കാനായിട്ടും കൊർബോ അങ്ങനെ തന്നെയാണ്. അതായത് ആമ്ര കൊക്കോൻ കൊർബോ, ആമര കൊക്കോൻ കൊർബോ. ഓക്കെ, ഇനി തുമി കൊക്കോൻ കൊർബേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എപ്പോൾ ചെയ്യും, താങ്കൾ എപ്പോൾ ചെയ്യും ചോദിക്കാനായിട്ട് ആപ്നി കൊക്കോൻ കൊർബേൻ. പിന്നെ ഷേ കൊക്കോൻ കൊർബേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എപ്പോൾ ചെയ്യും അല്ലെങ്കിൽ അവൾ എപ്പോൾ ചെയ്യും. താര കൊക്കോൻ കൊർബേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എപ്പോൾ ചെയ്യും. പിന്നെ അദ്ദേഹം എപ്പോൾ ചെയ്യും ചോദിക്കാനായിട്ട് തിനി കൊക്കോൻ കൊർബേൻ. ഓക്കെ,
അങ്ങനെ നമ്മൾ ഇതുവരെ പഠിച്ച 4 ക്രിയകളും വെച്ചിട്ട് ഭാവി കാലത്തിൽ എങ്ങനെയൊക്കെയാണ് സെന്റൻസ് ഉണ്ടാക്കുന്നത്, അതായത് കൊക്കോൻ എന്ന് പറഞ്ഞ ആ ഒരു ചോദ്യവാക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്ന സെന്റൻസ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു തന്നു. ഓക്കെ, ഇതിനൊക്കെ ഉത്തരമായിട്ട് ഈ കൊക്കോൻ എന്ന് പറഞ്ഞതിന് പകരമായിട്ട് എക്കോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയി, ഇപ്പോൾ എന്നായി. ഇപ്പം അമി എക്കോൻ ബോൽബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറയും. ഓക്കെ, അതൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, വർത്തമാനകാലം ഇതിനോട് സ്യൂട്ട് ആവില്ല. അതായത് ഞാൻ എപ്പോഴാണ് വന്നുകൊണ്ടിരിക്കുന്നത്, അവൻ എപ്പോഴാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതൊന്നും ലോജിക്കലി ശരിയാവത്തില്ല. അതുകൊണ്ട് ഇനി സ്യൂട്ടാകുന്ന വേറൊരു കാര്യമാണ് ഭൂതകാലം, കഴിഞ്ഞുപോയ കാലം. അപ്പം ഞാൻ എപ്പോഴാണ് വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, നമുക്ക് ഏറ്റവും ആദ്യത്തെ ക്രിയയായ വായോ, വന്നു, അതിന്റെ പാസ്റ്റ് ടെൻസ് വന്നു എന്ന ആ ഒരു ക്രിയ എടുത്തിട്ട് ഈ പറഞ്ഞ എല്ലാ സബ്ജക്റ്റും വെച്ച് ഉപയോഗിക്കാം. ഓക്കെ, അപ്പം ഞാൻ എപ്പോഴാണ് വന്നത് എന്ന് ചോദിക്കാനായിട്ട് അമി കൊക്കോൻ എഷച്ചി. അപ്പൊ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഈ ഭൂതകാലം എന്ന് പറയുന്നത് ബംഗാളി ഭാഷയിലും പിന്നെ ഒത്തിരി വേറെ കുറെ ഭാഷകളിലും 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സിമ്പിൾ പാസ്റ്റ് ടെൻസും ഒന്ന് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസും. ഇവിടെ വീഡിയോ ലോങ് ആകാതിരിക്കാൻ വേണ്ടി, ഓൾറെഡി ലോങ് ആണ്, എക്സ്ട്രാ ലോങ് ആകാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രസന്റ് പെർഫെക്റ്റ് പറയുന്നില്ല, വെറും പാസ്റ്റ് ടെൻസ് മാത്രമേ, സിമ്പിൾ പാസ്റ്റ് ടെൻസ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം മറ്റതും ഇതേ വാക്യങ്ങൾ തന്നെയാണ്, ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പം അമി കൊക്കോൻ എഷച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴാണ് വന്നത്. നീ എപ്പോഴാണ് വന്ന് ചോദിക്കാനായിട്ട് തുമി കൊക്കോൻ എഷച്ചോ. താങ്കൾ എപ്പോഴാണ് വന്ന് ചോദിക്കാനായിട്ട് അപ്നി കൊക്കോൻ എഷച്ചേൻ. ഇനി അവൻ എപ്പോഴാണ് വന്നത് അല്ലെങ്കിൽ അവൾ എപ്പോഴാണ് വന്ന് ചോദിക്കാനായിട്ട് ഷേ കൊക്കോൻ എഷച്ചേ. പിന്നെ താര കൊക്കോൻ എഷച്ചെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എപ്പോഴാണ് വന്നത്. തിനി കൊക്കോൻ എഷച്ചേൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എപ്പോഴാണ് വന്നത്. ഓക്കെ, അപ്പം വായു എന്നതിന്റെ പാസ്റ്റ് ടെൻസ് വന്നു എന്ന് പറഞ്ഞ വാക്ക് വെച്ച് എങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കാൻ ഞാൻ പറഞ്ഞു. ഇനി അടുത്തത് പോകൂ, പോയി എന്ന്. ഓക്കെ, അപ്പം ഞാൻ എപ്പോഴാണ് പോയത് എന്ന് പറയാനായിട്ട് ഇങ്ങനെയാണ് അമി കൊക്കോൻ. നേരത്തെ ഞാൻ ആമ്ര എന്ന് പറഞ്ഞ വാക്ക് വെച്ച് പറഞ്ഞില്ല, അത് മിസ്സായി പോകുന്നതാണ്, കാരണം ഒരേ ഫോർമാറ്റ് തന്നെയാണല്ലോ. അപ്പം ആമ്ര കൊക്കോൻ ഏഷ്യച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴാണ് വന്നത്. പിന്നെ ആമറ കൊക്കോൻ ഏഷ്യച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴാണ് വന്നത്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ എപ്പോഴാണ് പോയതെന്ന് ചോദിക്കാനായിട്ട് അമി കൊക്കോൻ ഗിയേച്ചി. നീ എപ്പോഴാണ് പോയതെന്ന് ചോദിക്കാനായിട്ട് തുമി കൊക്കോൻ ഗിയേച്ചോ. ഇനി അവൻ എപ്പോഴാണ് പോയത്, അവൾ എപ്പോഴാണ് പോയത്, അവരെപ്പോഴാണ് പോയത്. ഇതിനൊക്കെ ഗിയേ എന്നല്ല ഗേ എന്നാണ്. അപ്പം അവൻ എപ്പോഴാണ് പോയത്, അവൾ എപ്പോഴാണ് പോയത്, ഇത് രണ്ടും കൂടി ഷേ കൊക്കോൻ ഗേച്ചെ. പിന്നെ അവരെപ്പോഴാണ് പോയതെന്ന് ചോദിക്കാനായിട്ട് തര കൊക്കോൻ ഗേച്ചെ. പിന്നെ അദ്ദേഹം എപ്പോഴാണ് പോയി ചോദിക്കാനായിട്ട് തിനി കൊക്കോൻ ഗിയച്ചൻ. അടുത്തത് മൂന്നാമത്തെ ഒരു ക്രിയ ബോൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുക, എന്റെ പാസ്റ്റ് ടെൻസ് പറഞ്ഞു. അപ്പം ഞാൻ എപ്പോഴാണ് പറഞ്ഞതെന്ന് ചോദിക്കാനായിട്ട് അമി കൊക്കോൻ ബോൽച്ചി. നമ്മൾ എപ്പോഴാണ് പറഞ്ഞതെന്ന് ചോദിക്കാനായിട്ടും ഞങ്ങൾ എപ്പോഴാണ് പറഞ്ഞതെന്ന് ചോദിക്കാനായിട്ടും അമ്ര കൊക്കോൻ ബോൽച്ചി. പിന്നെ നീ എപ്പോഴാണ് പറഞ്ഞത് എന്ന് ചോദിക്കാനായിട്ട് തുമി കൊക്കോൻ ബോൽച്ചോ. ഇനി അവൻ എപ്പോഴാണ് പറഞ്ഞത് അല്ലെങ്കിൽ അവൾ എപ്പോഴാണ് പറഞ്ഞു ചോദിക്കാനായിട്ട് ഷേ കൊക്കോൻ ബോൽച്ചെ. പിന്നെ താര കൊക്കോൻ ബോൽച്ചെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴാണ് പറഞ്ഞത്. പിന്നെ അവസാനത്തെ അദ്ദേഹം എപ്പോഴാണ് പറഞ്ഞു ചോദിക്കാനായിട്ട് തിനി കൊക്കോൻ ബോൽച്ചേൻ. ഓക്കെ, തിനി എന്താണോ അത് ആപ്നിക്ക് എന്താണോ അത് തന്നെയാണ് തിനിക്കും വരുന്നത്. ഓക്കെ, അപ്പം 3 കഴിഞ്ഞു. നാലാമത്തത് കോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുക, അതിന്റെ പാസ്റ്റ് ടെൻസ് ചെയ്തു. അപ്പം ഞാൻ എപ്പോഴാണ് ചെയ്തത് എന്ന് ചോദിക്കാനായിട്ട് അമി കൊക്കോൻ കൊറേച്ചി. ഇനി നീ എപ്പോഴാണ് ചെയ്തതെന്ന് ചോദിക്കാനായിട്ട് തുമി കൊക്കോൻ കൊറേച്ചോ. പിന്നെ താങ്കൾ എപ്പോഴാണ് ചെയ്തതെന്ന് ചോദിക്കാനായിട്ട് അപ്നി കൊക്കോൻ കൊറേച്ചേൻ. പിന്നെ അവൻ എപ്പോഴാണ് ചെയ്തതെന്ന് ചോദിക്കാനായിട്ട് ഷേ കൊക്കോൻ കൊറേച്ചെ. അവൾ എപ്പോഴാണ് ചെയ്തതെന്ന് ചോദിക്കാനായിട്ടും ഷേ കൊക്കോൻ കൊറേച്ചെ. പിന്നെ അവരെപ്പോഴാണ് ചെയ്തതെന്ന് ചോദിക്കാനായിട്ട് താര കൊക്കോൻ കൊറേച്ചെ. അദ്ദേഹം എപ്പോഴാണ് ചെയ്തതെന്ന് ചോദിക്കാനായിട്ട് തിനി കൊക്കോൻ കൊറേച്ചേൻ. ഓക്കെ, അപ്പൊ അങ്ങനെ കൊക്കോൻ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിട്ട് 4 വെർബും എല്ലാ സബ്ജക്റ്റിലും കഴിഞ്ഞു. ഓക്കെ, അപ്പം ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പോഴാണ് ചെയ്തത് എന്ന് പറയാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊക്കോൻ എന്ന് പറഞ്ഞ വാക്ക് മാറ്റിയിട്ട് എക്കോ എന്ന് ചേർത്താൽ മതി. ഒരു ഉദാഹരണത്തിന് അമി എക്കോൻ ആഷ്ബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ വരും. ഓക്കെ, ഇത് വേണമെങ്കിൽ ഭാവി കാലം മാത്രം പറയാം. ഭൂതകാലത്തിലും പിന്നെ വർത്തമാനകാലത്തിലും എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ മുൻപത്തെ വീഡിയോ എടുത്ത് നിങ്ങൾ എഴുതി വെക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഭാവി കാലം ചെയ്യും എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം ഞാൻ ഇപ്പോ വരും എന്ന് പറയാനായിട്ട് അമി എക്കോൻ ആഷ്ബോ. ഇനി പോകും എന്ന് പറയാനായിട്ട് ഞാൻ ഇപ്പോൾ പോകും എന്ന് പറയാനായിട്ട് അമി എക്കോൻ ജാബോ. ഇനി ഞാൻ ഇപ്പോൾ പറയും എന്ന് പറയാനായിട്ട് അമി എക്കോൻ ബോൽബോ.
ഞാൻ ഇപ്പോൾ ചെയ്യുമെന്ന് പറയാനായിട്ട് അമി എക്കോൻ കൊർബോ. ഇതിനകത്ത് ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന പറയാനായിട്ട് അമി എക്കോൻ കാശ് കൊർബോ. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. എല്ലാം കൂടി വേറെ വേറെ സെപ്പറേറ്റഡ് എടുത്ത് പറയേണ്ട ആവശ്യമില്ലെന്ന് വിശ്വസിക്കുന്നു. സ്റ്റിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ പറ്റുന്നതിനൊക്കെ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അത്രയും പറയുന്നുള്ളൂ. അടുത്തൊരു വീഡിയോയിൽ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട്, അതായത് ഞാൻ ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ടല്ലോ, അതിന്റെയൊക്കെ കൂടുതൽ എക്സ്പ്ലനേഷനുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, അതുവരെ ബൈ.